ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇതൊരു ഡയബറ്റിക് സ്പെഷ്യൽ കേക്കാണ്. അതായത് വളരെ ഹെൽത്തി ആയിട്ട് ഡയബറ്റിക് ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതിനകത്ത് നമ്മൾ ഷുഗറൊന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അത് എന്നൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിന് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉണ്ട്. അത് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യും, ഗട്ട് ഹെൽത്ത് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ ഉണ്ടാകും. ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗർ ലോ ചെയ്യും. ഗൈസ്, നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് ഒരു ഡയബറ്റിക് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയില്ല. അതായത് അതിന് ഷുഗറൊന്നും പ്രത്യേകിച്ച് ഇല്ലാതെ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം എഗ്ഗും ഇല്ല, ഷുഗർ ഇല്ല. ഡ്രാഗൺ ഫ്രൂട്ടിന് എത്ര മധുരമുണ്ടോ അത്, പിന്നെ വേണമെങ്കിൽ കുറച്ച് ആഡഡ് ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ വെച്ചോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓട്സ് വെച്ചാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മതി തൽക്കാലം. അതിനെ ഒന്ന് നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാം, ഇതിൻ്റെ സ്കിന്നൊക്കെ. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനിയും ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വാനില ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ വാനില എസൻസ് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ് സിറപ്പ് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരല്പം. പിന്നെ നമ്മൾ ഓട്സിൻ്റെ പൗഡറാണ് ഇടുന്നത്. ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അത് ഒരല്പം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണ്. ഇതിപ്പോൾ എഗ്ഗൊന്നും വേണ്ട, കാരണം ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനൊരു ഇങ്ങനെ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. അപ്പം എഗ്ഗിൻ്റെ ഒരു ടെക്സ്ചർ വരും. അപ്പോൾ അതുകൊണ്ട് അത് മതി നമുക്ക്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ബാറ്റർ ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും, ഓയിലിന് പകരം കുറച്ച് വേണേൽ ഓയിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു മോയ്സ്ചർ വേണമെങ്കിൽ നമുക്ക് ഓയിൽ വേണം. എന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുത്ത് അതായത് നമ്മൾ ഇതിൽ നിന്ന് നല്ലൊരു ബാറ്ററിൻ്റെ ഫോമിലാക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. അപ്പോൾ ഈ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിലിന് വരെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാൻ പോയി. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഒഴിക്കാം. ഞാനിവിടെ ലൈൻ ഡേറ്റ് സിറപ്പാണ് ഒഴിക്കുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ മതിയാവും. ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനകത്ത്. നല്ല മധുരമാണ് കേട്ടോ. പിന്നെ നമ്മൾ വാനില എസൻസ് ആണ് എടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരല്പം ബേക്കിംഗ് പൗഡറുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ വാനില എസൻസ് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ് സിറപ്പുണ്ട്, നമ്മുടെ ഒലിവ് ഓയിലുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, ഇത്രയുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാനില എസൻസ് ആഡ് ചെയ്യാം. ഞാനിവിടെ വാനില എസൻസ് ആഡ് ചെയ്ത് കിടക്കുന്ന വാനില എസൻസാണ് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിന് നല്ല മോയ്സ്ചറൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഒലിവ് ഓയിൽ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഡേറ്റ്സ് ഒഴിച്ചിട്ടുണ്ട്. മധുരം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്രത്യേക ടേസ്റ്റും അതിൻ്റേതായ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഓട്സ് പൗഡറിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടുകയാണ്. ഏകദേശം ഒരു 1.5 കപ്പോളം, നമുക്ക് 1 കപ്പ് മതിയാകും. നമ്മൾ ഈ ഒരു വലിയ കപ്പാണ്, അപ്പോൾ അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മുടെ ഓട്സിൻ്റെ പൗഡർ. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ഇത് മിക്സ് ചെയ്താൽ നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടോ മിക്സ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഒരു
റെഡ് വെൽവെറ്റ് മോഡലിൽ വരുമോ നോക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തേക്ക് ഇത് നമ്മൾ ഇടുകയാണ്. ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളിതിനെ മിക്സ് ചെയ്യാം. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ, മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ബാറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മോൾഡ്, സിലിക്കോൺ മോൾഡാണ്, അതിനകത്തേക്ക് ഒലിവ് ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ തേച്ച് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് നമ്മൾ ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ നമ്മൾ മോൾഡിലേക്ക്, സിലിക്കോൺ മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം നമുക്ക്. ഏകദേശം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് മതിയാവും. അപ്പം ഈ ഒരു ബാറ്ററിന് അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്, കാരണം നമ്മൾ ഡേറ്റ് സിറപ്പിൻ്റേതും അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും ഇതുണ്ട്. പോരാതെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തേക്കുന്നത്. ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓട്സാണ് കംപ്ലീറ്റ് എടുത്തേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 to 30 മിനിറ്റ് ഇരുന്ന് ബേക്ക് ചെയ്യാം. നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. ആയിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പ് ഒഴിച്ച് ഇതിനെ സോഫ്റ്റൻ ചെയ്യാം, പക്ഷേ ഞാനത് ഒഴിക്കുന്നില്ല. പക്ഷേ ഇത് ഇൻസൈഡ് നല്ല സോഫ്റ്റനായിരിക്കും, പുറത്ത് നല്ലൊരു ബ്രിക്സിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ബ്രിക്സ് ഷേപ്പിലുള്ള ഒരു കേക്കാണ്. ഈ കേക്കിൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടിരുന്നാൽ അകം വളരെ മോയ്സ്ചറാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തന്നെ ജാമാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യാതെ ഞാൻ ജാം പോലെ നന്നായിട്ട് കുറുക്കി പറ്റിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേക്കൊക്കെ ഡിമോൾഡ് ചെയ്തെടുത്തു. ഈ കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ജാമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ചേ ഇടുന്നുള്ളൂ, കൂടുതൽ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. വേണേൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാം, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ചെന്നുള്ള അതിൻ്റെ ആ ഒരു റിയൽ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഓട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തന്നെ ഒരു ജാമാണ് ഞാനിവിടെ മേളിൽ ഡെക്കറേഷൻ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് സിൽവർ ബോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, കാരണം അതിനകത്ത് ഷുഗറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ഷുഗർ, അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സ്വതവേ ഉള്ള ഒരു മധുരവും അതുപോലെ ലയൺ ഡേറ്റ്സിൻ്റെ ആ ഒരു മധുരവും കൂടെ ഉള്ളൂ ഇതിനകത്ത്, വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓട്സ് വെച്ചുണ്ടാക്കിയ കേക്കാണിത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. താങ്ക് യു. അങ്ങനെ നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത്. നല്ല സോഫ്റ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് കഴിച്ച് നോക്കാം. ഇതാണ് കേക്ക്. സൂപ്പറായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്. മധുരമൊക്കെ ആവശ്യത്തിനുണ്ട്, ഒത്തിരി ഇല്ല, അത്യാവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ ഈ ജാമിൻ്റെ ചെറിയൊരു പുളിയുണ്ട്, അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ജാമിൻ്റെ അത് മേലെ വെച്ചേക്കുന്നുണ്ട്. ഇനി അത് വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഓട്സ് കേക്കാണ്. ഡേറ്റ്സാണ് ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത്. അതുപോലെ ഒരു ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. തീർച്ചയായും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ടാണ്. താങ്ക് യു. Wow.